Okay, fine. Good afternoon. Good afternoon, Miss. Good afternoon, Miss. കഴിഞ്ഞ ക്ലാസ്സില് കുട്ടികൾ കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 18 പേരായിരുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ കുറവായിരുന്നു. 18 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് ക്ലാസ്സില്. 18 പേരുണ്ടായിരുന്നുള്ളൂ. അതെ, എന്ത് പറ്റി എല്ലാവർക്കും? 10-30 പേരോളം കയറുന്നതാണല്ലോ ക്ലാസ്സില്. അത് ഇനി റിവിഷൻ ആയതുകൊണ്ടാണോ? എല്ലാരും പഠിക്കണേന്റെ തിരക്കിലാന്ന് തോന്നുന്നു. അതെ, നിങ്ങക്ക് തന്നെ ഉണ്ടല്ലോ ഒരാഴ്ച സ്റ്റഡി ലീവ് തരാന്നല്ല പറഞ്ഞേ. അപ്പൊ എല്ലാവർക്കും ഫുള്ളായിരിക്കും അല്ലേ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ? ഓപ്ഷനും ഉണ്ട്. എന്തോ ടീച്ചറിന്റെ കാണുന്നില്ല പിക്ചർ. എന്നെ ഇന്നും കാണുന്നില്ലേ? കാണാം, നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. സ്മിത ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് പാടി. ഞാൻ ചെയ്യട്ടെ. ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ കറക്റ്റ് കാണാതെ പഠിച്ചെഴുതണ്ടല്ലോ. അത് ഓപ്ഷൻ മതിയല്ലോ. അപ്പൊ ഫുള്ളും ചെയ്യാലോ, ഫുള്ളും കിട്ടുമല്ലോ. നമ്മള് സ്കൂളിൽ പഠിച്ച പോലെ കാണാതെ പോയി ഒരു വൈറ്റ് പേപ്പർ മാത്രമല്ലല്ലോ തരുന്നേ. അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഒന്നും ഇല്ല, നമ്മൾ നേരെ എടുത്ത് എഴുതണം ആൻസർ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് പഠിച്ചത് ആ ഓർമ്മയിലുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ എന്താ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ? ഏതാ പാട്? ഇതാ പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നണേ? നമുക്ക് 5 ചാപ്റ്റർ അതെല്ലാം കൂടെ മിക്സ് ആയിട്ടല്ലേ, അങ്ങനെ എല്ലാവരുടെ ചാപ്റ്റേഴ്സ് മിക്സ് ആയോണ്ടുള്ള ഒരു ഇതേ. മറ്റേതെന്ന് പറയുമ്പോ നമ്മള് സ്കൂളിലൊക്കെ ഓരോ സബ്ജക്ട് ഓരോ ദിവസമല്ലേ. ഒരു ടെക്സ്റ്റ് അല്ലേ, ഒരു ടെക്സ്റ്റിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നുള്ളൂ. ഒറ്റ ടെക്സ്റ്റ് ആണ്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള്, അതാണ് 4 മൊഡ്യൂൾ ഉണ്ടല്ലോ. അതിൽ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് അത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു എക്സാം എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ, ഇതെല്ലാം ഒറ്റ ടെക്സ്റ്റിലെ കാര്യങ്ങളാണ്. ഇത്രയും ഒരാൾ തന്നെ എടുക്കുമ്പോ നിങ്ങൾക്കും ബോറാവും. അല്ല, ഒരാളെ തന്നെ എന്നും കാണുമ്പോ ഒരു ഇതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് എടുത്തേക്കുന്നത്. അല്ലാതെ അത് നിങ്ങൾ പ്രത്യേകം അല്ലെങ്കിൽ ഓരോ ഇതല്ല. നമ്മൾ സ്കൂളിൽ പഠിക്കണ ഓരോ സബ്ജക്ട് വൈസ് അങ്ങനെ ഇതില്ലല്ലോ. എല്ലാം ഒറ്റ ഇത് തന്നെയാണ്. അപ്പൊ ആ ചാപ്റ്റേഴ്സ് നമ്മള് നിങ്ങൾക്കും ഞങ്ങൾക്കും എളുപ്പത്തിന് കുറച്ച് വീതം ഓരോരുത്തർ ഡിവൈഡ് ചെയ്ത് എടുക്കണമെന്നുള്ളൂ. ഓക്കെ, ഏതാ എത്ര പാടായിട്ട് തോന്നണ പഠിക്കാൻ? റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണോ പാടായിട്ട് തോന്നുന്നേ? ചില ടൈമിൽ അത് ഓപ്ഷൻ വായിക്കുമ്പോൾ ശരിയാവുമായിരിക്കും, ചില ടൈമിൽ ഉണ്ടല്ലോ. എന്തായാലും നമ്മളത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതെന്ന് നമുക്കത് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് കുറേയും പല ഇതിനകത്തും പലർക്കിടെയും വരുമ്പോ ചിലപ്പോ ഇത് തോന്നുന്നേ. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് കുഴപ്പമില്ല. പിന്നെ ഓപ്ഷൻസും ഉണ്ടല്ലോ. അപ്പൊ ഓപ്ഷൻസ് നോക്കി കറക്റ്റ് ആൻസർ ചെയ്താൽ മതിയല്ലോ. മിസ്, ഇംഗ്ലീഷിന് എക്സാം ഉണ്ടോ? നമുക്കത് പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല നിങ്ങക്ക്. ഇപ്പൊ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആണല്ലോ. എല്ലാവരും നന്നായിട്ട് പഠിക്കണ്ടല്ലേ? പഠിക്കുന്നുണ്ട് മിസ്സേ, പക്ഷെ കുറച്ച് ടൈം കിട്ടണില്ല. മാക്സിമം നോക്കണ്ട്. എന്തായാലും ഇത് പേടിക്കണ്ട. 1 വേർഡ്സ് മാത്രമേ ഉള്ളൂ, ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് എളുപ്പമല്ലേ, എക്സാം എഴുതാനും എളുപ്പമാണ്. മാർക്ക് എന്താണ്? ഔട്ട് ഓഫ് അല്ലേ, അത് പറയാട്ടോ. എത്രയെല്ലാന്ന് പറയാം. എന്തായാലും നമുക്ക് ഇന്നിപ്പോ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ നമുക്ക്. പിന്നെ അടുത്ത ആഴ്ച കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒക്കെ നോക്കാം. അതിപ്പോ കറക്റ്റ് പറഞ്ഞിട്ടില്ല. 2 ആഴ്ച റിവിഷൻ കൊടുക്കാനാണ് ആദ്യം പറഞ്ഞത് ഇവിടെ. അപ്പൊ നമുക്ക് നോക്കട്ടെ എങ്ങനെയാന്ന് ഉള്ളതിനനുസരിച്ച് ചെയ്യാം. ഇന്നിപ്പോ നമുക്ക് എന്തായാലും 30ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, മിസ്സിന്റെ ഇപ്പൊ ഇങ്ങനെ റിവിഷൻ നടത്തിയതുകൊണ്ട് അത് ലെസൺസ് ഈസി ആയിട്ടാ തോന്നണേ. നമുക്ക് അധികം ഒത്തിരി അങ്ങോട്ട് ഇതായിട്ടില്ലല്ലോ. അടുത്ത മൊഡ്യൂളിൽ ഒരു ലെസൺ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അടുത്ത മൊഡ്യൂൾ വരുമ്പോ ഒരു ലെസൺ എന്തോ കുറച്ച് പേജുകൾ കൂടുതലുള്ള ഇച്ചിരി ലെസൺ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. നമ്മളത് പഠിക്കണതിന്റെ ഒരു മെത്തേഡും ഒക്കെ അനുസരിച്ചിരിക്കും നമുക്ക് ആ ഒരു പഠിക്കാൻ. ഇത് കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് വിഷയമില്ല. എന്തായാലും സമയമുണ്ട്, നിങ്ങൾക്ക് അത് സാവകാശം പഠിക്കാനുള്ള സമയമുണ്ട്. പിന്നെ ഇതുപോലെ മറ്റു എക്സാമിന് മുന്നും എന്തായാലും നമുക്ക് റിവിഷൻ തരാം. അപ്പൊ റിവിഷൻ തരുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തും. പിന്നെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് ഓൾറെഡി അത് തറവായിക്കോളും, പ്രശ്നമില്ല. ഇനിയിപ്പോ അടുത്ത ആഴ്ച കിട്ടുവാണെങ്കിൽ വീണ്ടും നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാലോ.
അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗം നമ്മുടെ എടുത്തതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതൊന്ന് ചാപ്റ്റർ വൈസ് നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കാം. അപ്പൊ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ അറിയാം, മെഡിക്കൽ ഗ്യാസിന്റെ ഒക്കെ നമ്മൾ ടൈപ്പ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ ടൈപ്പ്, അതിന്റെ ആ കളർ കോഡുകളൊക്കെ 3-4 വീതമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ തന്നെയാണ്. അപ്പൊ നമുക്കത് ഓൾറെഡി നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിനകത്ത് എത്രയോ 10-15 ക്വസ്റ്റ്യനോളം നമ്മളുടെ ഈ ഒരു 5 ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമുക്കൊന്ന് ചെയ്യാം. അപ്പത്തേക്ക് എല്ലാം ക്ലിയർ ആയിക്കോളും. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ അത്ര ടെൻഷൻ ഒന്നും അടിക്കണ്ട. എന്തായാലും നിങ്ങൾ SLC എക്സാം എഴുതിയാൽ അത്രയൊന്നും ഇല്ലല്ലോ ഇപ്പേ. പേടിയൊന്നുമില്ല മിസ്സേ, എന്തായാലും എഴുതിയല്ലേ പറ്റുള്ളൂ. മറ്റത് പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ അല്ലേ. അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. ഫ്രീ ആയിരിക്കുക, ഓപ്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് ഓപ്ഷൻസ് നോക്കി കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ്. ഫസ്റ്റ് സെന്റൻസ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് എ നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞത് എവിടെ നിന്ന് അക്വയർ ചെയ്യുന്നതാ? ഹോസ്പിറ്റലിൽ നിന്ന്, അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which type of infection, infection, which type of infection is known as KNOWN? Which type of infection is known as nosocomial infection? Which type of infection is known as nosocomial infection? Nosocomial infection. ഏത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ്? ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. ആൻസർ എഴുതിക്കോ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നമുക്ക് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അന്നേരം നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇപ്പൊ കറക്റ്റ് നിങ്ങൾ ആൻസർ പഠിക്കുക. അത് അവിടെ എന്തോ ഓഫീസ് അക്വേർഡ് ഇൻഫെക്ഷൻ, പിന്നെ റെയിൽവേ സ്റ്റേഷൻ അക്വേർഡ് ഇൻഫെക്ഷൻ, അഥവാ പബ്ലിക്, അങ്ങനെ എന്തൊക്കെയോ ഓപ്ഷൻസ് ആണ് തോന്നുന്നു അതിനകത്ത്. പിന്നെ ഐ റിലേറ്റഡ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നോക്കുക, എപ്പോഴും നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന എവിടെ നിന്നാണ് അക്വയർ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കിട്ടിയല്ലോ അതാ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. നോക്കാം. ഇനി അടുത്ത, the word nosocomial is derived from a Latin word nosocomion. വേർഡ് നോസോകോമിയൽ എന്ന് പറഞ്ഞത് ഏത് വേർഡാണ്? ലാറ്റിൻ വേർഡാണ്. വേർഡ് ഏതാണ്? നോസോകോമിയോൺ. നോസോകോമിയോൺ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നതാണ് നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ്. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. The word WORD, the word nosocomial is derived, DERIVED. Nosocomial is derived from the Latin word ഡാഷ്. ഏത് ലാറ്റിൻ വേർഡ് ആണ്? നോസോകോമിയൽ. ആ വേർഡ് നോട്ട് ചെയ്യണം. നോസോകോമിയൽ എന്ന് പറഞ്ഞേക്കുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ നോസോകോമിയോൺ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. നോസോകോമിയോൺ, NOSOKOMEION, നോസോകോമിയോൺ.
The word nosocomial is derived from the Latin word nosocomion. Next question. Next നോക്കിയേ, which means. What is the meaning? Nosocomion mean hospital. Okay. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. Third one. What is the meaning of what is the meaning of nosocomion? What is the meaning of nosocomion? Nosocomion meaning എന്താണ്? Hospital. Nosocomion എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആണ് hospital. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, and it is also called healthcare associated infection. Is an infection that occurred in hospital or other healthcare facility. ഒന്നിലെ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ അതർ മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി നിന്നോ അക്വയർ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയുന്നുണ്ട്. അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം, വാട്ട് ഈസ് the other word, another word, ANOTHER, another word for nosocomial? നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മറ്റൊരു വേർഡാണ്. വാട്ട് ഈസ് ദ അനദർ വേർഡ് ഫോർ നോസോകോമിയൽ? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. നോസോകോമിയലിന്റെ മറ്റൊരു വേർഡാണ്. മീനിങ് നോസോകോമിയൽ എന്ന് പറഞ്ഞ മീനിങ് ഹോസ്പിറ്റൽ എന്നാണ്. നോസോകോമിയൽ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു വേർഡ് ആണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പൊ അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഏത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ്? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ദ വേർഡ് നോസോകോമിയൽ ഈസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡാഷ്. ഏത് വേർഡാണ്? നോസോകോമിയോൺ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നോസോകോമിയോൺ? സംശയം വേണ്ട, ഹോസ്പിറ്റൽ. പിന്നെ അടുത്ത് അനദർ വേർഡ് ഓഫ് നോസോകോമിയൽ. കോമിയൽ എന്ന് പറഞ്ഞേക്കണ മറ്റൊരു വേർഡാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നു. ഇനി നോക്കാം, നമ്മൾ പറഞ്ഞു ഈ ഇൻഫെക്ഷൻ എവിടെ നിന്ന് അക്വയർ ചെയ്യുന്നത്? അക്വയർ ഇൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, ഇവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യുന്നതാണ്. ഇൻഫെക്ഷൻ ഈസ് സ്പ്രെഡ് ഫ്രം അഫക്റ്റഡ് പേഷ്യന്റ് ഇൻ ക്ലിനിക്കൽ സെറ്റിംഗ് ബൈ മെനി മീൻസ്. പല മാർഗങ്ങളിലൂടെ വേസിലൂടെ ഇത് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അതെങ്ങനെയാണ്? ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്ന് തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അത് ഏതൊക്കെയാണ്? കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, കണ്ടാമിനേറ്റഡ് ഹെൽത്ത് കെയർ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫുകള് ഒക്കെ ഈ കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, നമ്മൾ ഇപ്പൊ ഒരാൾക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് അടുത്ത ആൾക്ക് അത് സ്റ്റെറിലൈസ് ചെയ്യാതെ ഉപയോഗിക്കുക, അങ്ങനെ അല്ലെങ്കിൽ കണിവിമുക്തമാക്കാത്ത എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ വഴി ബെഡ് ലിനൻസ് എന്ന് പറഞ്ഞാൽ തലയിണകള്, ബെഡ്ഷീറ്റുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള അതുകൾ വഴി ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സിൽ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യാം. It can originated from other outside environment, other infected patients, staff who are infected. Infection സംഭവിച്ച സ്റ്റാഫുകളിൽ നിന്നൊക്കെ ആണെങ്കിലും ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞു സർജറി, പേഷ്യന്റ് ഹുസ് സ്കിൻ, ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പേഷ്യന്റിന്റെ സ്കിന്നിൽ നിന്ന് പേഷ്യന്റിന് ആ സർജിക്കൽ ടൂൾസിൽ നിന്നോ അല്ലെങ്കിൽ ആ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വൂണ്ടിൽ കൂടെ വേണമെങ്കിലും ഇൻഫെക്ഷൻ വരാം. അത് അങ്ങനെ പല മീൻസ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. പല വഴികളിലൂടെയും ഈ ഇൻഫെക്ഷൻ നമുക്ക് വരാം. അതൊന്നും
പിന്നെ നമ്മൾ പറഞ്ഞു ഇത് എങ്ങനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ് ദാറ്റ് ഇറ്റ് വാസ് പ്രസന്റ്. അത് നമുക്ക് പ്രസന്റ് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഇൻഫെക്ഷൻ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പ്രസന്റിൽ നമുക്ക് അവിടെ നിന്ന് തെളിയിക്കാൻ ഒരു പ്രൂഫും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്ന് തന്നെ അക്യൂർ ചെയ്തതാണ്, അല്ലെങ്കിൽ പോസ്റ്റ് അഡ്മിഷൻ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കിട്ടിയതാണെന്ന് നമുക്ക് ഉറപ്പ് പറയാം. അതായത് ആ പേഷ്യന്റിന് നേരത്തെ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് നമുക്ക് വിലയിരുത്താം. അതിനകത്ത് വേറെ ഇതിനകത്ത് അത് ഏരിയ കൂടെ ഒക്കെ വേണമെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് ചോദിക്കാം. എങ്ങനെയാണ് കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ് വഴി, ബെഡ് ലിനൻസ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ വഴി ഇത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് അത്രയും ഇതൊക്കെ ഉള്ളൂ ആ പാരഗ്രാഫില്. ഇനി അടുത്ത് നോക്കിയേ, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഈ സിംറ്റംസ് ഇവിടെ താഴെ കുറച്ച് സിംറ്റംസുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, ദി ഇൻഫെക്ഷൻ മസ്റ്റ് അറൈസ്. എങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഇൻഫെക്ഷൻ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? അതിന്റെ 3 പോയിന്റ് ആണ്. 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഹോസ്പിറ്റലില് നമ്മൾ അഡ്മിറ്റ് ആയതിനു ശേഷം 48 hours 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് പറയാം. അപ്പൊ എപ്പോഴൊക്കെയാണ് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് പറയാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? ഒന്നാമത്തെ 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. പിന്നെ അടുത്ത എന്താ, 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഇപ്പൊ നമ്മള് ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി 3 ദിവസം കഴിഞ്ഞിട്ട് ആ പേഷ്യന്റിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് പറയാം. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ സംവൺ വാസ് അഡ്മിറ്റഡ് ഫോർ റീസൺ എക്സെപ്റ്റ് ഫോർ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ഒഴികെ മറ്റുള്ള എന്തെങ്കിലും രോഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഇൻഫെക്ഷൻ കിട്ടുവാണെങ്കിൽ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആവിർഭവിക്കാനുള്ള ചാൻസുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? അപ്പൊ എന്തിനൊക്കെയാണ്? ഒന്നാമത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 hours കഴിഞ്ഞ ശേഷം നമുക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് പറയാം. പിന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് 3 ദിവസം ആയതിനുള്ളിൽ നമുക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അല്ലാത്ത വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുവാണെങ്കിലും അതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇനി ഇവിടെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഏതൊക്കെയാ പറഞ്ഞ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ എക്സാമ്പിളുകളാണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ്. ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കുക നിങ്ങൾ അവിടെ. 5th question, which of the following is a nosocomial infection? Which of the following is a nosocomial infection? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? അപ്പൊ നമ്മളപ്പോ എന്ത് പഠിക്കണം? ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. എന്നാലാണ് നോസോകോമിയൽ ഇൻഫെക്ഷനിൽ വരുന്നത് ഏതാണ്, ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ ഒരു ഇൻഫെക്ഷനും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം അവിടെ, സ്കിൻ ഇൻഫെക്ഷൻ. സ്കിൻ ഇൻഫെക്ഷൻസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ, സ്കിൻ ഇൻഫെക്ഷൻസ്. അപ്പൊ ഇപ്പൊ നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ സ്കിൻ ഇൻഫെക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ ഓൾസോ നോസോകോമിയൽ ഇൻഫെക്ഷൻ. അത് കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നോസോകോമിയൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് തന്നേക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി, ന്യൂമോണിയ, പിന്നെ അടുത്ത സ്കിൻ ഇൻഫെക്ഷൻ, ഓൾ ഓഫ് ദ എബോവ്. ഏതാ വരുന്ന അതിനകത്ത്? Which of the following is a nosocomial infection? ഒന്നാമത്തെ ഓപ്ഷൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇത് നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലേ?
അതെ. സെക്കൻഡ് റെസ്പിറേറ്ററി ന്യൂമോണിയ. ന്യൂമോണിയ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലേ? അതെ. അതെ. അടുത്ത നോക്കിയേ, തേർഡ് വൺ ചോദിച്ചേക്കുന്ന സ്കിൻ ഇൻഫെക്ഷൻ. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒരു എക്സാമ്പിൾ തന്നെയാണ്. പിന്നെ അടുത്ത ലാസ്റ്റ് ഡി ഓപ്ഷൻ ചോദിച്ചേക്കുന്ന ഓൾ ഓഫ് ദ എബോ. അല്ലെ, എല്ലാരും നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അതിനകത്ത് ഒരെണ്ണം കൂടി ആഡ് ചെയ്യണം നിങ്ങൾ, സ്കിൻ ഇൻഫെക്ഷൻ എന്നും കൂടി ചേർക്കുക. ഇനി അത് മാറിപ്പോവില്ല. ഏതൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് വരുന്ന ഒന്നോട് നോക്കുക, ഒപ്പം പറഞ്ഞു പോവുക. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, സ്കിൻ ഇൻഫെക്ഷൻ. ഇതൊക്കെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷനിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നും നോസോകോമിയൽ ഇൻഫെക്ഷനില് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അത് തന്നെ, റെസ്പിറേറ്ററി ന്യൂമോണിയ എന്ന് തന്നേക്കുന്നത്. റെസ്പിറേറ്ററി ന്യൂമോണിയ എന്ന് തന്നേക്കുന്നത്. ന്യൂമോണിയ ഓക്കെ ഇസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അത് റെസ്പിറേറ്ററി ന്യൂമോണിയ എന്ന് അങ്ങനെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ന്യൂമോണിയ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ അത് ആ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പൊ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുന്നത് ഏതാണെന്നും ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാതെ. പിന്നെ അടുത്ത് നോക്കിയേ, അതിന്റെ സിംറ്റംസ് തന്നേക്കണേ. അതും ഇതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. സിംറ്റംസ്, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? അങ്ങനെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി ആ എല്ലാ സിംറ്റംസും പഠിച്ചു വെക്കണം. എന്നാണ് സിംറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ആർ ദ symptoms, SYMPTOMS. What are the symptoms of nosocomial infection? What are the symptoms of nosocomial infection? അപ്പൊ ഇവിടെ തന്നേക്കുന്ന എല്ലാ സിംറ്റംസും എഴുതിയെടുക്കുക. അപ്പൊ നമുക്ക് അതിനകത്ത് സിംറ്റംസിൽ വരുന്നത് ഏതാന്ന് ചോദിച്ചാലും നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ് അല്ലാത്തത് ഏതാന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഇത് ഇത് എന്താ പ്രിന്റ് എടുത്തായിരുന്നോ? ഇനി എടുക്കാത്തതുണ്ടോ ആരെങ്കിലും? ഇതിന്റെയൊക്കെ പ്രിന്റ് എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നോക്കുക, പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും. അപ്പൊ നിങ്ങളിപ്പോ ഇനിയിപ്പോ റിവിഷൻ പറയുമ്പോ ആ പ്രിന്റഡ് നോട്ട് തന്നെ എടുത്തു വെക്കുക കേട്ടോ. അപ്പൊ ഈ സിംറ്റംസുകൾ നോക്കുക. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, ഫീവർ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, ഹെഡേക്ക്, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ. സഫോക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഛർദിക്കാമെന്നാണ്. ശ്വാസം മുട്ടല്, ചുമയും ശ്വാസം മുട്ടലും. കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ചുമയും അതോടൊപ്പം ചുമച്ചൊക്കെ നമുക്ക് ശ്വാസം കിട്ടാത്ത ശ്വാസം മുട്ടല്. പിന്നെ ബേണിംഗ് വിത്ത് യൂറിനേഷൻ ചെയ്യുമ്പോൾ ഒരു പുകച്ചിലൊക്കെ തോന്നും. അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷന് മൂത്രം ഒഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെ അടുത്ത ഹെഡേക്ക്, നോസിയാണ് ഓക്കാനം, ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുന്നത്, ഓക്കാനം വരിക എന്ന് പറയുന്നത് നോസിയ, NAUSEA, നോസിയ, ഓക്കാനം. വോമിറ്റിംഗ് എന്ന് വെച്ചാൽ അറിയാലോ, വോമിറ്റിംഗ്. പിന്നെ ഡയറിയ ആണ് വയറിളക്കം, വയറിളക്കം. അറിയില്ലെങ്കിൽ മലയാളം മീനിങ്ങും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഡയേറിയ എന്ന് പറഞ്ഞ വയറിളക്കം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് സിംറ്റംസ് എന്ന് പറഞ്ഞേ? ഡിസ്ചാർജ് ഫ്രം നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ് മുറിവിലുണ്ടാവുന്ന ഇതാണല്ലേ മിസ്? എന്തോ മുറിവിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ അല്ലേ ഉദ്ദേശിക്കുന്ന ഫസ്റ്റത്തെ? മുറിവിൽ നിന്നൊരു എന്താണ് ഈ എന്തെങ്കിലും പഴുപ്പ് പോലെ പുറത്തേക്ക് വരൂലേ, അതാണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. വൂണ്ടിൽ നിന്ന്, ആ മുറിവിൽ നിന്നൊരു ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ചാൽ പുറത്തേക്ക് വരിക എന്നുള്ള അർത്ഥം. അതായത് നമ്മൾ ചെറിയ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പഴുത്തിങ്ങനെ ഒരു പഴുപ്പ് പോലെ വരൂലേ, അതാണ് മുറിവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ പഴുപ്പ് പോലെ വരിക എന്നുള്ള അർത്ഥമാണ് അത്. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, ഫീവർ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ, ഡയറിയ. ഓക്കെ, അപ്പൊ ഇത്രയും സിംറ്റംസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആ സിംറ്റംസ് നോക്കാം.
ഇനി അടുത്തത് നമ്മള് തന്നേക്കുന്ന സോഴ്സ് ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. എന്തൊക്കെയാണ് സോഴ്സ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ആ സോഴ്സ് ഉറവിടങ്ങൾ എവിടെയാണ്? അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ആർ, നിങ്ങൾ ഇത് എഴുതിയെടുത്തിട്ടുണ്ടോ? അപ്പോ സിംറ്റംസ് എഴുതിയെടുത്തു ടീച്ചർ. PDF-ലുണ്ട്. PDF-ലുണ്ട്. പിന്നെ അടുത്ത സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. അത് നോക്കുക. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് nosocomial infection? What are the sources of nosocomial infection? Nosocomial infectionന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ്? നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. അതുപോലെ തന്നെ സെക്കൻഡ് വിസിറ്റേഴ്സിൽ നിന്ന്, ഹോസ്പിറ്റൽ പേഴ്സൺസ്, പിന്നെ സർജിക്കൽ പ്രൊസീജിയർ, സർജറി കഴിഞ്ഞിട്ട് ചിലപ്പോ വരാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. അപ്പൊ സർജിക്കൽ പ്രൊസീജിയർ വഴി. പിന്നെ അടുത്ത നെക്സ്റ്റ് ഒരു സോഴ്സ് ആണ് എയർ. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വാട്ടർ ഫോർ ഫുഡ്. പിന്നെ പേഷ്യൻസ് നോർമൽ ഫ്ലോറ. പിന്നെ അടുത്ത് വരുന്നതാണ് ഫോമിറ്റി കണ്ടാമിനേഷൻ. മറ്റുള്ള ഒബ്ജക്റ്റുകൾ, സാധനങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ് ഫോമിറ്റി കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഈ ബുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ടോയ്സോ അല്ലെങ്കിൽ ഡോർ നോബ്, ഡോർ കൈപ്പിടി. ഇപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരാള് കൈ പിടിച്ച് തുറന്ന വാതില ആ ഡോർ തന്നെ നമ്മൾ അങ്ങനെ തുറക്കുമ്പോൾ അങ്ങനെയൊക്കെ വരാം. അതാണ് ഫോമിറ്റി കണ്ടാമിനേഷൻ. പിന്നെ ഡിവൈസസ്, ഡ്രെയിൻ ആൻഡ് കത്തീറ്റർ വഴി. ഇതൊക്കെ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ വരാനുള്ള ഒരു സോഴ്സ് ആണ്. അപ്പൊ ഈ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാലാണ് ഇതിനകത്ത് സോഴ്സ് ഏതൊക്കെയാണെന്ന്, നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. അതർ പേഷ്യൻസ്, എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞേ, നമുക്കിപ്പോ പഠിച്ചു പോകാലോ. അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഇപ്പൊ നമ്മള് 23 പേര്, ഞാനും കൂടി ചേർത്തിട്ട് 24 പേര് അവിടെ കാണിക്കുന്നത്. 23 പേര് ക്ലാസ്സിലുണ്ടാവും. 23 പേരും നിർബന്ധമായിട്ട് ഇത് പറഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ അതിനൊപ്പം നിങ്ങൾക്ക് പറഞ്ഞു പോകാം. അപ്പൊ പ്രത്യേകം നിങ്ങൾക്ക് പഠിക്കാൻ വേറൊരു സമയം കണ്ടെത്തണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മാക്സിമം ഈ റിവിഷൻ ക്ലാസ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ മിണ്ടാതിരിക്കരുത്. ഇപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ 1-2 പ്രാവശ്യം തന്നെ പറഞ്ഞു പോകുമ്പോഴും പിന്നെ ഒരു പ്രാവശ്യം കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിൽ അത് കറക്റ്റ് ആയിക്കോളും, ക്ലിയർ ആയിക്കോളും. അതുകൊണ്ട് ഇങ്ങനെ അതാണ് സമയം എടുത്ത് തന്നെ നിങ്ങളെ കൊണ്ടും പറയിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടി പഠിക്കാനുള്ള ഒരു അവസരവും കൂടിയാണെന്നുള്ള രീതിയിൽ എല്ലാവരും. പിന്നെ അടുത്തത്, അപ്പൊ അതിന്റെ സോഴ്സുകളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ തന്നേക്കുന്ന ഹു ഈസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷന് ചാൻസ് ഉള്ളവര് ആരൊക്കെയാണ്? ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ റിസ്ക് ചാൻസ് ഉള്ളവര് അതാണ് ഉദ്ദേശിക്കുന്നത്. ഹു ഈസ് അറ്റ് ദ റിസ്ക് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അവിടെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഹു, WHO, who among, AMONG, who among the following, who among the following are, ARE, who among the following are having, 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 who among the following are having chances, CHANCES, chances for nosocomial infection. Who among the following are having chances for nosocomial infection? എന്താ അതിന്റെ മീനിങ് ക്വസ്റ്റ്യന്റെ? താഴെ പറയുന്നവരിൽ ആരൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളവര് ആരൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്.
Who among the following are chances for nosocomial infection? Nosocomial infection വരാൻ ചാൻസ് ഉള്ളവര് ആരൊക്കെയാണ്? അപ്പൊ ഇതെല്ലാരും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അതിനകത്ത് ആർക്കാണ് ചാൻസ്, അതിന്റെ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എഴുതുക എങ്ങനെയാന്ന് നോക്കിയിട്ട് കേട്ടോ. ക്വസ്റ്റ്യൻ മാത്രമേ ഞാനിവിടെ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഇവിടെ ചാൻസസ് ഉള്ളവര്, അല്ലെങ്കിൽ ഹു ഈസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷന് ചാൻസ് ഉള്ളവര് ഒന്നാമത്തെ നോക്കിയേ, പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. ഹോസ്പിറ്റൽ റൂംമേറ്റുകള് അല്ലെ, റൂംമേറ്റിൽ നിന്ന് ഇപ്പൊ നമ്മുടെ വാർഡുകളൊക്കെ ആണെങ്കിൽ കുറെ ബെഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഒരു വാർഡിൽ തന്നെ. അപ്പൊ നമ്മുടെ റൂംമേറ്റിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വരാം. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നവർക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എയറിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റൽ റൂംമേറ്റ്സിൽ നിന്ന് വരാം. പിന്നെ നോക്കിയേ, സെക്കൻഡ്, ഏജ്, പാർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 17 years old. ഏജ് എത്ര? 17 years old കൂടുതലുള്ള ആളുകൾക്ക് അല്ലെ. അപ്പൊ അവർക്കടെ ഈ റെസിസ്റ്റിംഗ് പവറും കാര്യങ്ങളൊക്കെ, അവർക്കടെ ആരോഗ്യമൊക്കെ കുറവായിരിക്കല്ലോ. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാം. അപ്പൊ നോർമലി എന്താണ്, 70 വയസ്സിൽ കൂടുതലുള്ളവർക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. 70 വയസ്സിൽ കൂടുതലുള്ള പേഷ്യൻസിന് കുറച്ചും കൂടി റിസ്ക് ഉണ്ട്, നോസോകോമിയൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ, ഏജ് പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 17 years old. പിന്നെ അടുത്ത് നോക്കിയേ, ഹൗ ലോങ് പുടിൻ ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. കുറെ നാളുകളായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നവർക്ക്, അത് നമ്മളൊരു കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ടൈം കഴിയുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക്സ് നിർത്തും അല്ലെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കുറെ നാളുകൾ ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. പിന്നെ വെദർ ദ പേഷ്യന്റ് ഹാസ് ദ യൂറിനറി കത്തീറ്റർ ഓർ നോട്ട്. ചിലർക്ക് യൂറിനൊക്കെ പോവാൻ ഉള്ളവർക്ക് യൂറിനറി കത്തീറ്റർ ഇടൂലേ, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്യൂബ് ഇടൂലേ. അപ്പൊ കുറെ നാളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ച് തീരെ വയ്യാതെയാവുമ്പോൾ മാത്രല്ലേ ആ ട്യൂബ് ഇടുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്കിപ്പോ സർജറി കഴിഞ്ഞാണെങ്കിലും എനിക്ക് പോകാൻ പറ്റാത്തവർക്ക് ട്യൂബ് ഇടും. എന്നിട്ട് ഓൾറെഡി അത് മാറിക്കഴിയുമ്പോ ആ ട്യൂബ് അങ്ങ് മാറ്റും അല്ലെ. അപ്പൊ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറെ നാള് ആ ട്യൂബ്, യൂറിനറി കത്തീറ്റർ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കുറെ നാളുകൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് വരാം. പിന്നെ ലെങ്തി ICU സ്റ്റേസ്, കുറെ നാളുകൾ ഇതുപോലെ തന്നെ ദീർഘസമയം ICUയിൽ കിടക്കുന്നവർക്ക്, കുറച്ച് ദിവസങ്ങൾ ICUയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ വരാം. വെദർ പേഷ്യന്റ് ഹാസ് ബീൻ കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിന് എനി ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നവർക്ക്. പിന്നെ അടുത്ത ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തവർക്ക്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ സംവിധാനം അല്ലെ. അപ്പൊ അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അപകടം പറ്റിയിട്ടുള്ളവർക്കൊക്കെ നോസോകോമിയൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ളവരാണ്. അപ്പൊ ഇതെല്ലാം പോയിന്റ്സും നോട്ട് ചെയ്യുക. നമുക്ക് ഒന്നും കൂടി പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞ, പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. ഏജ് പിന്നെ How long Putin has using antibiotic? whether the patient has Catheter or not? Any trauma or treated Any trauma immune system. കഴിഞ്ഞ എനി ട്രോമ, ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോ ഇത്രയും പേരിലൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ഒരു കോൾ, അത്യാവശ്യമായിട്ട് ഒരു കോൾ വന്നു. ഞാൻ
ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ. ഇനി അടുത്ത നെക്സ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷന്റെ രീതികൾ അല്ലെ. ഇപ്പൊ നോസോഫോമിയൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള രീതികളാണ്. ഒന്നാമത്തെ പറഞ്ഞേക്കുന്ന ഏതാ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. രണ്ടാമത്തെയാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ആ കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ നമ്മൾ സബ് ഹെഡിങ് ആയിട്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും. ഇപ്പോ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ മെത്തേഡുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. കോണ്ടാക്ട് തന്നെ 2 എണ്ണം ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ചോദിക്കും ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പൊ അതിനകത്ത് നമുക്കൊന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡയറക്റ്റ് സർഫസ് ടു സർഫസ് കോണ്ടാക്ട് അല്ലെ. ഡയറക്റ്റ് നേരെ ടച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആ സർഫസിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സർഫസിൽ ഡയറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? വെൻ ദ പേഴ്സൺ ടേൺ എ പേഷ്യന്റ് ഗീവ്സ് ബാത്ത് ചെയ്യുമ്പോൾ, ഓർ ദസ് അതർ പേഷ്യന്റ് കെയർ ജോബ്സ്, അല്ലെങ്കിൽ മറ്റുള്ള ആ പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന വർക്കുകൾ അല്ലെ, അവരെ ശുശ്രൂഷിക്കുന്ന ആ ഒരു അവസരത്തിലൊക്കെ, ആൻഡ് ദാറ്റ് നീഡ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട്, ആ സമയത്തൊക്കെയാണ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്. നമ്മള് രോഗിയുടെ കൂടെ നിൽക്കുന്ന ആള്, അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പേഷ്യന്റിന് പേഷ്യന്റ് കെയർ ജോബ്സുകൾ അവരെ എണിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയോ കുളിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. ആ പേര് അതൊന്ന് നോട്ട് ചെയ്യണം. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. ബോഡി സർഫസിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എങ്ങനെയാ? എന്ത് വഴിയാണ്? കണ്ടാമിനേറ്റഡ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകൾ വഴി. അതിന്റെ ഇടയിൽ ഒരു ഒബ്ജക്ട്സ് ഉണ്ടാവും, ഒരു മാധ്യമം ഉണ്ടാവും. കണ്ടാമിനേറ്റഡ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് ലൈക്ക് ഏതൊക്കെയാണ്? കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്, നീഡിൽ ഓർ ഡ്രസ്സിംഗ് ഓർ ടൈൻഡ് ഗ്ലൗസ്, അല്ലെങ്കിൽ ഗ്ലൗസുകൾ വഴി ദാറ്റ് ആർ നോട്ട് ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ പേഷ്യൻസ്. ഇപ്പൊ ഒരു പേഷ്യന്റിന് ഉപയോഗിച്ച അല്ലെ എന്താണ് നോക്കാനെടുത്ത ആ ഗ്ലൗസ് വേറൊരാൾക്കും ആ ഗ്ലൗസ് ഇടുവാണെങ്കിൽ അപ്പൊ എന്താ പറയാ, അങ്ങനെ ഗ്ലൗസുകള് ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ഉപയോഗിക്കുന്ന വഴി. പിന്നെ ചെയിൻഡ് സർഫസ് ബൈ നീഡിൽ, ഡ്രൈഡ് ബ്ലഡ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. ബ്ലഡിക്കുള്ള ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. അപ്പൊ അങ്ങനെയുള്ള ഡ്രൈഡ് ബ്ലഡ് വഴി അങ്ങനെയൊക്കെ എന്താണ് ഈ ട്രാൻസ്മിഷൻ വരാം. അപ്പൊ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് വഴിയാണ്. നോക്കാം, ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ ബൈ ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് ലൈക്ക്, അത് ഏതൊക്കെയാണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇൻസ്ട്രുമെന്റ്സ്, നീഡില്, ഡ്രസ്സിംഗ് ഒക്കെ. മറ്റത് എങ്ങനെയായിരുന്നു? ഡയറക്റ്റിലാണെങ്കിൽ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് ആണ്. ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിൽ എങ്ങനെയാണ്? ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകൾ വഴിയാണ് ഈ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ എഴുതുന്ന നിങ്ങള് ഒരു കാര്യം, ഇതിലെന്താ ഡ്രൈഡ് ബ്ലഡ് എന്ന് കാണുന്നേ?
അത് ഈ ബ്ലഡിൽ കൂടെ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി എന്ന് പറഞ്ഞേക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബ്ലഡ് സ്ട്രീമിൽ കൂടെ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നതാണ്. അതുകൊണ്ട് അവിടെ റൈറ്റ് ബ്ലഡ് എഴുതിയിരിക്കണേന്നുള്ളൂ. നോക്കുക, ബ്ലഡിൽ കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. ബ്ലഡ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇതിപ്പോ എത്രാമത്തെ ക്വസ്റ്റ്യനാ നമ്മൾ എഴുതുന്നേ? 9th one. Okay. Which of the following comes under direct contact transmission? Which of the following comes under ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോ. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്താണെന്നും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്താണെന്നും മനസ്സിലാക്കി വെക്കുക. അതിൽ വരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് രണ്ട് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കാം. ടൈൻഡ് ഗ്ലൗസ്. ഓപ്ഷൻ എ ടൈൻഡ് ഗ്ലൗസ്, TAINED, ടൈൻഡ് ഗ്ലൗസ്. സെക്കൻഡ് ഓപ്ഷൻ ബി contaminated needles. Contaminated needles. Contaminated needles. Contaminated needles. Contaminated needles. അടുത്തത് നെക്സ്റ്റ് ഓപ്ഷൻ സി ഡ്രസ്സിംഗ്, DRESSING, ഡ്രസ്സിംഗ്. ഡ്രസ്സിംഗ്. നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ഡി പേഴ്സണൽ കോണ്ടാക്ട്. പേഴ്സണൽ കോണ്ടാക്ട്. ഇപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ ഏതാ വരുന്നേ? പേഴ്സണൽ കോണ്ടാക്ട്. അല്ലെ, അത് ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. മറ്റേതൊക്കെ ഒരു മീഡിയം, ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ട്രാൻസ്മിഷൻ ഹാപ്പൻസ് when the droplets that contain microbes from infected person are pushed a short distance through air and deposited on the patient's body. ഇപ്പൊ നമ്മൾ ഒരു നിശ്ചിത അകലത്തില്, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എയറിൽ കൂടെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് വരുമല്ലോ, ഡ്രോപ്ലെറ്റ്സ്. അപ്പൊ അങ്ങനെ ആ കണികകളിലൂടെ, ആ തുള്ളികളിലൂടെ എന്താണ് മറ്റ് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഹാപ്പൻ വെൻ ദ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോബ്സ്, മൈക്രോബ്സ് ഉള്ള അല്ലെങ്കിൽ ആ സൂക്ഷ്മ ജീവികളുള്ള ഡ്രോപ്ലെറ്റ്സ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഇൻഫെക്ഷൻ സംഭവിച്ച ആ ആളുകളിൽ നിന്ന്, ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മൈക്രോബ്സ് വഴി മറ്റേ അടുത്തിരിക്കുന്ന ഒരാളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണ് ആ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഓക്കെ, അതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എയറിൽ കൂടെ, അല്ലെ, വായുവിൽ കൂടെ വരുന്നതാണ്. എയർബോൺ ട്രാൻസ്മിഷൻ dissemination can be either airborne droplet nuclei or dust particles that contain the infectious agent. എയറിൽ കൂടെ അല്ലെങ്കിൽ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, മലിനമായിട്ടുള്ള പാർട്ടിക്കിൾസ് കൂടെയൊക്കെ വായുവിൽ കൂടെ ആ ഇൻഫെക്ഷൻ എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിലാണ് അതിനെ എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെയാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ആ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ? ഫുഡ് വഴി, വാട്ടർ വഴി, മെഡിക്കേഷൻ ഡിവൈസുകൾ, അതുപോലെ തന്നെ മറ്റുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നത്. പിന്നെ അടുത്ത വെക്റ്റർ ബോൺ, അഞ്ചാമത്തെയാണ് വെക്റ്റർ ബോൺ ട്രാൻസ്മിഷൻ. അതെങ്ങനെയായിരുന്നു? വെക്റ്റർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ
ഏതിൽ കൂടിയാണ്? ത്രൂ ലിവിങ് ഓർഗാനിസംസ് അല്ലെ, ജീവനുള്ള ഓർഗാനിസംസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് വരുന്നത്? മോസ്കിറ്റോസ്, ഫ്ലൈസ്, മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, ട്രാൻസ്മിഷൻ ത്രൂ മൈക്രോ ഓർഗാനിസംസ്, ലിവിങ് ഓർഗാനിസംസ് വഴി ഡിസീസ്, ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നത് എങ്ങനെയാ? ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ മറ്റുള്ള ഡിവൈസുകൾ, മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരുന്നത് ലിവിങ് ഓർഗാനിസംസ് ആണെന്ന് ഓർക്കുക. ജീവനുള്ള ഓർഗാനിസംസ്, വസ്തുക്കൾ കാരണം ഈ ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇപ്പൊ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പൊ എന്നെ കടിച്ച കൊതുക് വേറൊരാളിലേക്ക് ചെല്ലുമ്പോൾ ആ ഇൻഫെക്ഷൻ അയാളിലേക്ക് വരൂലേ? അതുപോലെ തന്നെ ഫ്ലൈസ്, ഈച്ചകള്, റാറ്റുകള്, അങ്ങനെയുള്ള ലിവിങ് ഓർഗാനിസംസ് വഴി ഡിസീസസ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. 5 അപ്പൊ ഇത്രയും ട്രാൻസ്മിഷൻ മെത്തേഡുകളാണ്. അതിനകത്ത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതികളാണ്. കോണ്ടാക്ട്, ഫസ്റ്റ് കോണ്ടാക്ട്, സെക്കൻഡ് വൺ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, തേർഡ് വൺ ഏതാണ്? എയർബോൺ ട്രാൻസ്മിഷൻ, അടുത്തത് ഫോർത്ത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഇത്രയും ട്രാൻസ്മിഷൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്, ട്രാൻസ്മിഷൻ രീതികളാണ്. അപ്പൊ അതെല്ലാനും ഒന്ന് നോക്കി വെക്കുക. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ നിങ്ങള്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, അപ്പൊ അതുപോലെ ഓരോന്നും ചോദിക്കുക. ഇങ്ങനെ ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉൾപ്പെടുന്ന ഏതാണെന്ന് അടുത്ത ക്വസ്റ്റ്യനും എഴുതാം. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് comes under COMES, comes under common vehicle transmission, VHICL transmission, vehicle transmission. ഏതൊക്കെയാണെന്നാണ് ഓപ്ഷൻ എഴുതാം. എഴുതിക്കോ. ഒന്നാമത്തെ എഴുതാം, ഓപ്ഷൻ എഴുതിക്കോ. ട്രാൻസ്മിഷൻ ത്രൂ ഫുഡ്, ഓപ്ഷൻ എ. ഇതിനകത്ത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ട്രാൻസ്മിഷൻ ത്രൂ ഫുഡ്. സെക്കൻഡ് ഓപ്ഷൻ ബി എഴുതാം. ട്രാൻസ്മിഷൻ ത്രൂ മോസ്കിറ്റോസ്, ട്രാൻസ്മിഷൻ ത്രൂ മോസ്കിറ്റോസ്, MOSQUITOES, മോസ്കിറ്റോസ്. അടുത്തത് ട്രാൻസ്മിഷൻ, ഓപ്ഷൻ സി ആണ്. ട്രാൻസ്മിഷൻ ത്രൂ വാട്ടർ, ലാസ്റ്റ് ഓപ്ഷൻ ഡി ട്രാൻസ്മിഷൻ ത്രൂ ഡിവൈസസ്, DEVICES, ഡിവൈസസ്. സോറി, ആ ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്ന് നോക്കിയേ. അതിനകത്ത് ഒരു ഇതുണ്ട്, നോട്ട് കംസ് അണ്ടർ എന്ന് എഴുതിയാലാണ് അതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യനിൽ ഒരു ഇത് വന്നേക്കുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കംസ് അണ്ടർ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരാത്തത് ഏതാണെന്ന് ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? മോസ്കിറ്റോസ് വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കംസ് അണ്ടർ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ഓക്കെ,
അടുത്ത് അപ്പൊ അതുപോലെ തന്നെ അടുത്തതും ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കംസ് അണ്ടർ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാലും അതിനകത്ത് ഏതൊക്കെയാ വന്നേന്ന് നോട്ട് ചെയ്യുക. മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമി കമ്മിസ്റ്റ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ അടുത്തത് നമ്മള് നെക്സ്റ്റ്, അപ്പൊ അത്രയാണ് ട്രാൻസ്മിഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ 5 എണ്ണം നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്തത് നെക്സ്റ്റ് വരുന്നത് പ്രിവെൻഷൻ ആണ്. ഇതിന്റെ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന കാര്യങ്ങള്. അപ്പൊ അതിനകത്ത് പ്രിവെന്റീവ് മെത്തേഡുകൾ നിങ്ങൾ നോക്കണം. ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. ഏതൊക്കെയായിരുന്നു? സാനിറ്റേഷൻ, സെക്കൻഡ് വൺ സ്റ്റെറിലൈസേഷൻ, തേർഡ് personal protective equipment, additional precautions, antimicrobial, seventh antimicrobial surface അല്ലെ. infection control committee. അടുത്ത 8th വൺ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇത്രയും കാര്യങ്ങളാണ് പ്രിവെന്റീവ് മെത്തേഡുകൾ, നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന പ്രിവെന്റീവ് മെത്തേഡുകളിൽ വരുന്നത്. പ്രിവെന്റീവ് മെത്തേഡ് അപ്പൊ അതിനകത്ത് എഴുതാൻ നിങ്ങൾക്ക് which of the following is a method? Which of the following is a method used for USED, used for preventing, preventing, preventing. Which of the following is a method used for preventing nosocomial infection? Preventive nosocomial infection. താഴെ തന്നിരിക്കുന്ന ഏതാണ് മെത്തേഡ് നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡുകളിൽ വരുന്നത് ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെത്തേഡ് യൂസ്ഡ് ഫോർ പ്രിവെന്റിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഓപ്ഷൻ എഴുതിക്കോ. ഓപ്ഷൻ എ സാനിറ്റേഷൻ, സാനിറ്റേഷൻ, SANITATION, സാനിറ്റേഷൻ. ഓപ്ഷൻ ബി hand washing, hand washing, hand washing. C, isolation, ISOLATION. Option C, isolation. D, all of the above, all of the above. All of the above. All of the above. എല്ലാം പ്രിവെന്റീവ് മെത്തേഡുകളിൽ വരുന്നതാണ്. അപ്പോ നിങ്ങൾ അത് 8 എണ്ണല്ലേ നമ്മൾ പറഞ്ഞ 8 പ്രിവെൻഷൻ മെത്തേഡ്, നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന 8 മെത്തേഡുകളും നോക്കി വെക്കുക. ഇതിനകത്ത് ഇല്ലാത്തത് വന്നു കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ അതുകൊണ്ട് സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പിന്നെ അടുത്തതാണ് ആന്റി മൈക്രോബിയൽ സർഫസ്, പിന്നെ ലാസ്റ്റ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അപ്പൊ അങ്ങനെയുള്ള പ്രിവെന്റീവ് മെത്തേഡുകൾ നോക്കി വെക്കുക. പിന്നെ നോക്കിയ അതിനകത്ത് സാനിറ്റേഷൻ, സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? is a protocol concerning uniforms, equipment, sterilization, washing and other preventive measures. സാനിറ്റൈസ് ചെയ്യുക അല്ലെ, through hand washing or use of alcoholic rubs. ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് by all medical personnel before and after each personal contact is one of the most effectual way to fight nosocomial infection. ഒന്നാമത് സാനിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് സാനിറ്റേഷൻ. അപ്പൊ നമ്മൾ ഓരോ പേഷ്യന്റ്
പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാനിറ്റൈസർ യൂസ് ചെയ്യുക, അല്ലെ? ആൽക്കഹോളിക് റബ്സ്, സാനിറ്റൈസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക, നല്ല സോപ്പ് ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ചെയ്യുക. അപ്പൊ എന്നിട്ട് അടുത്ത ആളെ നോക്കുക. അപ്പൊ അങ്ങനെ എന്താണ് സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ഇൻഫെക്ഷൻ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഒരാളെ നോക്കി കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്നിട്ട് അയാളെ നോക്കി കഴിഞ്ഞിട്ട് ആ ഗ്ലൗസ് മാറ്റിക്കളയും, അല്ലെ? അല്ലെങ്കിൽ ഓരോരുത്തരെ നോക്കിയിട്ട് എന്താണ് ഹാൻഡ് വാഷ് ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ അത് രണ്ടും എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. സാനിറ്റേഷൻ. പിന്നെ അടുത്തത് രണ്ടാമത്തെയാണ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്നുള്ളത്, അല്ലെ? സ്റ്റെറിലൈസ് ചെയ്യുക. എക്യുപ്മെന്റ്സും ടൂൾസ് ഒക്കെ നന്നായിട്ട് പല മെത്തേഡുകൾ ഉണ്ടല്ലോ, സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ. അപ്പൊ അതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അണുവിമുക്തമാക്കി എടുക്കുകയാണെങ്കിൽ, ഒന്നിൽ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങളിലൂടെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താണ് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കും. അപ്പൊ രണ്ടാമത്തെ മെത്തേഡായിട്ട് പറഞ്ഞേക്കുന്നതാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. സാനിറ്റൈസ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി നല്ലത് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. അപ്പൊ എല്ലാ മൈക്രോബ്സും സ്റ്റെറിലൈസേഷനിലൂടെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ്സ് ആൻഡ് സർഫസ്, അല്ലെ? ത്രൂ എക്സ്പ്ലോഷൻ കെമിക്കൽസ് വഴിയോ അയണൈസിങ് റേഡിയേഷൻ വഴിയോ ഡ്രൈ ഹീറ്റ് വഴിയോ ഓർ സ്റ്റീം അണ്ടർ പ്രഷർ സ്റ്റീം ചെയ്തോ ഒക്കെ നമുക്ക് അതിനെ സ്റ്റെറിലൈസ് ചെയ്യാം. അത് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് എഴുതിയേക്കുന്നത്. എക്സ്പ്ലോഷർ ടു കെമിക്കൽസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ റേഡിയേഷൻ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ച്, ഓർ സ്റ്റീം അണ്ടർ പ്രഷർ, അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് നീരാവി വന്ന അതിനെ ആവി ഇതാക്കിയിട്ട് സ്റ്റീം ചെയ്ത് ബോയിൽ ചെയ്തിട്ട് സ്റ്റീം ചെയ്തൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണ് എല്ലാ മൈക്രോബ്സിനെയും ഡിസ്ട്രോയ് ചെയ്തു. പിന്നെ അടുത്താണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞു. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ എന്ത് ചെയ്യാം? ഐസൊലേറ്റ് അധികം കോണ്ടാക്ട് വരുത്താത്ത രീതിയിൽ, കോണ്ടാക്ട് ചെയ്യാവുന്ന രീതിയിൽ അയാൾക്ക് സെപ്പറേറ്റ് ചെയ്ത് ഒരു റൂമൊക്കെ കൊടുക്കുക. ഐസൊലേറ്റ് ചെയ്യുക, അയാളെ ഒരു മാറ്റി നിർത്തുക. അപ്പൊ പെട്ടെന്ന് എല്ലാവരിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കും. അപ്പൊ അതുകൊണ്ട് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഐസൊലേഷൻ ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻ ഡിസൈൻ ടു ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോസ് ബൈ കോമൺ റൂട്ട്സ് ഇൻ ഹോസ്പിറ്റൽസ്. അതായത് ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള നല്ലൊരു മാർഗമാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഹാൻഡ് വാഷിംഗ്. അത് നമുക്കറിയാം, അല്ലെ? ഇനിയിപ്പോ അത് സ്റ്റെപ്സുകളും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിച്ചതാണ്. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഫ്രീക്വന്റ് ആയിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക എന്നുള്ളത്. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി ഈസ് കോൾഡ് എ സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ടു ലിസൺ ദ റിസ്ക് ഓഫ് ട്രാൻസ്മിറ്റിംഗ് സ്കിൻ മൈക്രോബ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഫ്രം വൺ സൈറ്റ് ടു അനദർ. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു ആളുകളിലേക്കും അതുപോലെ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാനുള്ളൊരു നല്ലൊരു മാർഗമാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ കണ്ട സ്കിൻ മൈക്രോബ്സ് എന്ന് എഴുതിയുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷനിൽ നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. അവിടെ സ്കിൻ ഇൻഫെക്ഷനും നോസോകോമിയൽ ഇൻഫെക്ഷനിൽ ഉൾപ്പെടുന്നതാണ്. സ്കിൻ മൈക്രോബ്സ് ഒക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയുന്നു ഹാൻഡ് വാഷിംഗ് വഴി. അപ്പോ ഫോർത്ത് വൺ ആണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. എക്സ്പാൻഡ് PPE ഇതിനോട് സിമിലർ ആയിട്ടുള്ളതായിരിക്കും ഓപ്ഷനിൽ തരിക. അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കുക. എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് PPE. എക്സ്പാൻഡ് PPE. എക്സ്പാൻഡ് PPE. അതിന്റെ ഓപ്ഷൻ ഞാൻ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ്. വളരെ സിമിലർ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കി എഴുതണം, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. എക്സ്പാൻഡ് PPE. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? എഴുതിക്കോ. ഓപ്ഷൻ നോക്കിയോ. പേഴ്സണൽ PERSONAL പേഴ്സണൽ, പ്രൊട്ടക്റ്റീവ് PROTECTIVE പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓപ്ഷൻ ബി
പേഴ്സണൽ PRSONAL പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്. സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്ന നോക്കിയേ, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്നാണ്. PROTECTION പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ്. കണ്ടോ, ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ്. ഓപ്ഷൻ സി തന്നേക്കുന്നത് പേഴ്സണലൈസ്ഡ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ്. പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ്. അടുത്തത് ഓപ്ഷൻ ഡി പേഴ്സണൽ പ്രോ ആക്റ്റീവ് എക്യുപ്മെന്റ്. PROACTIVE പ്രോ ആക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ പ്രോ ആക്റ്റീവ് എക്യുപ്മെന്റ്സ്. അപ്പൊ ഓപ്ഷൻ എയും ബിയും ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തേല് കറക്റ്റ് ഓപ്ഷൻ ആണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. രണ്ടാമത്തേല് നോക്കിയേ പേഴ്സണൽ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അല്ലേ മിസ്സേ? എന്തോ വരുമ്പോഴേ അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പൊ അത് ശരിക്കും പഠിക്കാത്തവർക്ക് അത് കൺഫ്യൂഷൻ വരും. അതാണ് ഇത് ഇങ്ങനെ എക്സ്പാൻഡഡ് ഫോം കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അതിനകത്ത് നമുക്ക് കറക്റ്റ് ഉള്ളതുണ്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തേക്കണ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് എന്നാണ്. ഉണ്ടോ? അപ്പൊ അതിൽ ആ വ്യത്യാസം വന്നേക്കണുണ്ടോ? ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറയാലോ എന്ന് വിചാരിച്ച ഓപ്ഷനും കൂടി തന്നത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ഏതാ ആൻസർ ഏതാ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എന്ന് തന്നെ എഴുതാം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഇഷ്ടംപോലെ സമയം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ച് ഒന്നോടെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം അത് കറക്റ്റ് ഏതാന്ന് വെച്ചാൽ ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് നന്നായിട്ട് പഠിക്കുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് തന്നെ എഴുതുക. പ്രൊട്ടക്ഷൻ തെറ്റാണ്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് എന്നുള്ള തെറ്റാണ്. മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വ്യത്യാസമേ അവിടെ വരുന്നുള്ളൂ. പിന്നെ അതിനകത്ത് വരുന്നത് ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതൊക്കെയാണ് അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കിയേ. അത് ഞാൻ തന്നിട്ടുണ്ട് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എഴുതണ്ട. ക്ലോത്തിങ് നോക്കിയേ. PPE കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് സച്ച് ആസ് ഗ്ലൗസ്, ഗൗൺ, അതുപോലെ നമ്മൾ ഇടുന്ന ഗൗൺ, പിന്നെ മാസ്കുകൾ ആൻഡ് ഐവെയർ യൂസ്ഡ് ടു മേക്ക് ബ്ലോക്കേഡ്സ് ദാറ്റ് പ്രൊട്ടക്ട് ദ സ്കിൻ, ക്ലോത്തിങ്, മ്യൂക്കസ് മെമ്പറൈൻ ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ഇൻഫെക്ഷൻ ഏജൻസ്. അപ്പൊ അതിനകത്ത് ഗൗണ്, ഗ്ലൗസ്, നമ്മള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളതെന്ന് നോക്കുക. പിന്നെ അടുത്ത് നോക്കിയാൽ പിന്നെ തന്നേക്കുന്ന ഗ്ലൗസുകളാണ്. ബിസൈഡ് ദ ഹാൻഡ് വാഷിംഗ് ഗ്ലൗസ് പ്ലേ എ പിവോട്ടൽ റോൾ ഇൻ പോസിബിലിറ്റീസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഹാൻഡ് വാഷിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ ഗ്ലൗസും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ? ഗ്ലൗസ് ആണെങ്കിൽ സിമ്പിൾ ആണ് ഇടുക. നമ്മൾ ഒരാളെ കഴിഞ്ഞിട്ട് ആ ഗ്ലൗസ് എടുത്ത് കഴിക്കുക. സർജിക്കൽ ഗ്ലൗസുകളൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളത് ഗ്ലൗസ് ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. പിന്നെ 6th വൺ അഡീഷണൽ പ്രിക്കോഷൻസ് ഒക്കെ വരുന്നത്. അഡീഷണൽ പ്രിക്കോഷൻസിൽ എയർബോൺ പ്രിക്കോഷൻസ്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഒക്കെ വരുന്നത് അഡീഷണൽ പ്രിക്കോഷൻസിൽ വരുന്ന. എയർബോൺ പ്രിക്കോഷൻസ്, എയറിൽ കൂടെ ഈ ഇൻഫെക്ഷൻ വരുന്നതിനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ തടഞ്ഞു നിർത്താം. അതാണ് എയർബോൺ പ്രിക്കോഷൻസ്. നോക്കുക എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം നമുക്ക് അവിടെ. ഒന്നാമത്തെ നോക്കിയേ, എയർബോണിൽ വരുന്ന ഏതാ? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. നല്ല വെന്റിലേഷൻ കൊടുക്കുക. അത് നമ്മൾ ക്ലാസ് എടുത്തപ്പോ തന്നെ പറഞ്ഞതാണ് അല്ലെ? നമ്മളിപ്പോ ഒരു റൂമിലാണെങ്കിൽ അടച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെന്റിലേഷൻ കിട്ടില്ല. അപ്പൊ നല്ല വായു സഞ്ചാരമുള്ള ഇതായിരിക്കണം, റൂം ആയിരിക്കണം. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് റൂം കൊടുക്കുക വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ നിർബന്ധമാണ് അല്ലെ? അപ്പൊ നല്ല ഫ്രീ ആയിട്ടുള്ള നല്ല പ്യൂർ എയർ കയറാനും അതുപോലെ തന്നെ വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ സഹായിക്കും വെന്റിലേഷൻ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല വെന്റിലേഷൻ കൊടുക്കുക. പിന്നെ അടുത്ത ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. അതുപോലെ നല്ല മാസ്കുകൾ N95 പോലുള്ള നല്ല മാസ്കുകൾ ധരിക്കുക. ആ റൂമിലേക്ക് കടക്കുന്നതിന് മുന്നേ നല്ല മാസ്കുകൾ ധരിക്കുക.
പിന്നെ അടുത്ത പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ കൺഫൈൻഡ് റൂം. പേഷ്യൻസിനെ പരിമിതമായിട്ടുള്ള ഒരു മുറിയിൽ താമസിപ്പിക്കുക. അതായത് എങ്ങനെയാ ഒരു വലിയ റൂമൊക്കെ പേഷ്യൻസിന് കൊടുക്കാതെ ഒരു ചെറിയ റൂമിൽ താമസിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ അത്രയും ഏരിയകളിൽ അതേ കൂടെയൊക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കൺഫൈൻഡ് എന്ന് വെച്ചാൽ പരിമിതമായിട്ടുള്ള എന്നർത്ഥം. പേഷ്യന്റിനെ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കുക. അതൊക്കെ എയർബോൺ പ്രിക്കോഷൻസ് ആണ്. അടുത്ത ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? എയർബോൺസിൽ ആകെ ഡസ്റ്റും എയറിലും കൂടെ അല്ലേ ഇത് വരുന്നുള്ളൂ എന്നല്ലേ പറയുന്നത് അല്ലേ? എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആയിട്ടുള്ള വായു ശ്വസിക്കുകയാണെങ്കിൽ അപ്പൊ വരൂലേ, അതുപോലെ ഡസ്റ്റ് പൊടിപടലങ്ങളിൽ കൂടെയൊക്കെ ആണെങ്കിലും അതൊക്കെ. മറ്റേ ഡ്രോപ്ലെറ്റ് നമ്മൾ പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോഴേക്കാണ് നമ്മുടെ വായിൽ നിന്നുള്ള ഡ്രോപ്ലെറ്റ്സ് വരുമല്ലോ, ആ തുള്ളികള്. അപ്പൊ അതിൽ കൂടെ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് അതിന്റെ പ്രിക്കോഷൻസ് പറഞ്ഞേക്കുന്നത് 3 തന്നിട്ടുള്ളൂ. 3 നോക്കുക. പിന്നെ ഡ്രോപ്ലെറ്റിൽ നോക്കിയേ സെപ്പറേറ്റ് തന്നെ, ഒന്നാമത്തെ അത് തന്നെ കൊടുക്കാലോ, സെപ്പറേറ്റ് റൂം കൊടുക്കാം. അപ്പൊ അതിനൊരു പ്രിക്കോഷൻ ആണല്ലോ. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ ആണ് സെപ്പറേറ്റ് റൂം കൊടുക്കുക. സ്റ്റാൻഡേർഡ് സർജിക്കൽ, ഇതുപോലെ തന്നെ മാസ്കുകൾ ധരിക്കുക. അപ്പോൾ വായിക്കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയല്ലോ. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ കൊടുക്കുക. പിന്നെ പേഷ്യന്റ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾ ആയിരിക്കണം എന്ന്. പേഷ്യന്റ് മൂവ്മെന്റ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് വെനെവർ ഹിയർ ലീവ് ദ റൂം. ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പേഷ്യന്റിന് നല്ല മാസ്കുകൾ കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എന്താ അധികം സംസാരിക്കുമ്പോഴൊക്കെ ഈ ഇത് വരില്ലല്ലോ, ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുക, അധികം പുറത്തേക്കൊക്കെ പോകാതെ അനുവദിക്കുക. പിന്നെ അടുത്ത കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷൻ. ഓക്കെ, കോണ്ടാക്റ്റിൽ എന്തൊക്കെയാ വരുന്നതെന്നൊക്കെ ഇത് സെയിം തന്നെ പോയിന്റ്. സെപ്പറേറ്റ് റൂം ഫ്രം ദ പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കണം. സ്റ്റാഫ് ഷുഡ് ബി വിയർ ഗ്ലൗസ് വെനെവർ ദേ എൻറ്റർ ദ റൂം. സ്റ്റാഫുകള് ആ റൂമിലേക്ക് കടക്കുമ്പോൾ, പേഷ്യന്റിന്റെ അടുത്തേക്ക് കടക്കുമ്പോൾ എന്താണ് ഗ്ലൗസുകൾ ധരിക്കുക. സ്റ്റാഫ് ഷുഡ് ബി വെയർ എ ഗൗൺ, അതുപോലെ ഗൗൺ ധരിക്കുക ഡ്യൂറിംഗ് ദ പേഷ്യന്റ് കോണ്ടാക്ട് ഓർ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസ് ഓഫ് മെറ്റീരിയൽ. സർഫസിലോ അല്ലെങ്കിൽ അതെങ്കിലും മെറ്റീരിയലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ആ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഗ്ലൗസുകൾ ധരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗൗണുകളും ധരിക്കുക. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി, അതും ചെയ്യാം. കോണ്ടാക്ട് പ്രിക്കോഷൻസ്, ഇപ്പൊ രോഗീനെ ടച്ച് ചെയ്യുന്നതിന് മുന്നേ ഹാൻഡ് വാഷ് ചെയ്തിട്ട് പിടിക്കുക, രോഗീനെ പിടിക്കുക. അതുപോലെ തന്നെ അതിനുശേഷവും എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. പിന്നെ ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട് ഓഫ് ദ റൂം. ഇത് തന്നെ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അപ്പൊ ആരുമായിട്ട് വേറെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് പേഷ്യന്റിന്റെ മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യുക. ഔട്ട്സൈഡ് ദ റൂം, പുറത്തേക്ക് അധികം കടക്കാൻ സമ്മതിക്കരുത്. അതാണ് ലിമിറ്റ് ദ പേഷ്യന്റ് മൂവ്മെന്റ്സ്. പേഷ്യന്റ് മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യുക. പിന്നെ അടുത്താണ് ആന്റി മൈക്രോബിയൽ സർഫസ്. ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് വെച്ചാൽ എന്താണ്? എന്തോ അവിടെ പറഞ്ഞതാണോ? അല്ല, വിസിറ്റേഴ്സിനെ തടയണ്ടേന്ന് ചോദിക്കാം. വിസിറ്റേഴ്സിനെ അലവ് ചെയ്യാതിരിക്കും. വിസിറ്റേഴ്സിനെ അലവ് ചെയ്യാതിരിക്കണ്ടേ? വിസിറ്റേഴ്സിന് അതിപ്പോ അധികം സമ്മതിക്കില്ലല്ലോ. എന്ന് വെച്ചാൽ കൂടുതൽ വിസിറ്റേഴ്സ് വന്നാൽ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഓൾറെഡി പേഷ്യന്റിലേക്ക് വരാമല്ലോ. അപ്പൊ അതുകൊണ്ട് ലിമിറ്റ് ചെയ്യുക, വിസിറ്റേഴ്സിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വേണമെങ്കിൽ ചേർക്കാം അതിനകത്തിട്ട്. ഇതിനകത്ത് ഇത്രയും പോയിന്റ്സുകൾ എഴുതിയിട്ടുള്ളൂ. പിന്നെ അടുത്ത് നോക്കിയ 7ാമത്തെ എന്താ? ആന്റി മൈക്രോബിയൽ സർഫസ്. ടച്ച് സർഫസ് നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂംസ്. ഏതൊക്കെയാന്ന് നോക്കിയേ? ബെഡ് റെയിൽ, കോൾ ബട്ടൺസ്, ടച്ച് പ്ലേറ്റ്സ്, ചെയേഴ്സ്, ഡോർ ഹാൻഡിൽ, ലൈറ്റ് സ്വിച്ചസ്, ഗ്രാബ് റെയിൽ, ഇൻട്രാവീനസ് പോൾസ്, ഡിസ്പെൻസറീസ്, ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് കൗണ്ടർ. ടേബിൾ ടോപ്സ് ആർ നോൺ ആസ് is known to be contaminated. Hence, the touch surface in the hospital room can be act as a source of reservoir. അല്ലെ? ആന്റി മൈക്രോബിയൽ സർഫസ് വഴി ഞാൻ പറഞ്ഞില്ല ആദ്യം കോൾ ബട്ടൺ, കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺസുകൾ കോമൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡ് റെയിൽസ്, കൈപ്പിടികള്, ഹോസ്പിറ്റൽ റൂംസിലുള്ള. പിന്നെ അതുപോലെ തന്നെ ആ നോബ്, ഈ ഡോർ നോബുകള്, വാതില്, ആ പിടി, ഒരാൾ വന്ന് പിടിച്ചിട്ട് പിന്നെ അടുത്ത ആളും അവിടെ തന്നെ വന്ന് പിടിക്കൂലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് സർഫസ് വഴിയാണ്, ആന്റി മൈക്രോബിയൽ സർഫസ് വഴി. അടുത്ത ട്രാൻസ്മിഷൻ.
നടത്തുന്നത് എങ്ങനെയാ? ഹെൻസ് ദ ടച്ച് സർഫസ് ഇൻ ദ ഹോസ്പിറ്റൽ എങ്ങനെയാക്കണം? റൂംസ് ക്യാൻ ആക്ട് ആസ് എ സോഴ്സ് ഓർ റിസർവെയർ ഫോർ ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു പേഷ്യന്റ്. ഇങ്ങനെ ടച്ച് ഈ സർഫസ് ആന്റി മൈക്രോബിയൽ സർഫസിൽ കൂടെ ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് കൂടെയും വിസിറ്റേഴ്സിൽ കൂടെയൊക്കെ പേഷ്യന്റിലേക്ക് വരാം. സോ കീപ് ദ സർഫസ് ഫ്രീ ടു മൈക്രോ ഓർഗാനിസം. അപ്പൊ അതുകൊണ്ട് ആന്റി മൈക്രോബിയൽ സർഫസ് ഒക്കെ എങ്ങനെയാക്കണം? ഫ്രീ ആക്കണം. മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം, അല്ലെങ്കിൽ ജേം ഫ്രീ ആക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അടുത്തത് 8ാമത്തെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാം അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട്. ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഈസ് ലീഗൽ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അതിനെ മോണിറ്റർ ചെയ്യുക, റിപ്പോർട്ടിംഗ് ആൻഡ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി രൂപീകരിക്കുക. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ഏതൊക്കെയാണ് വരുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ? ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ, മെഡിക്കൽ ഫാക്കൽറ്റീസ്, സപ്പോർട്ട് സർവീസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇത്രയും പേരുകളാണ് ഇതിനകത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. അവിടെ ക്വസ്റ്റ്യൻ എഴുതാം. Who among WHO, who among the following, who among the following are, who among the following are not, not, not included, INCLUDED, not included in, not included in, not included in infection control committee, infection control committee, COMMITTEE, committee. Who among the following are not included in infection control committee? അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആരൊക്കെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതണം. ഓപ്ഷൻ എ എഴുതാം, ചെയർപേഴ്സൺ. ഇപ്പൊ നമ്മൾ ചെയർപേഴ്സൺ വരുന്നുണ്ടല്ലോ, അതപ്പോ ഓരോന്ന് വായിക്കുമ്പോ ഓർക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ചെയർപേഴ്സൺ, CHAIRPERSON, ചെയർപേഴ്സൺ. ഓപ്ഷൻ ബി മെമ്പർ സെക്രട്ടറി, MEMBER, മെമ്പർ സെക്രട്ടറി, SECRETARY, മെമ്പർ സെക്രട്ടറി. ഓപ്ഷൻ സി ക്വാളിറ്റി മാനേജർ, ക്വാളിറ്റി മാനേജർ, QUALITY, ക്വാളിറ്റി മാനേജർ, MANAGER, ക്വാളിറ്റി മാനേജർ. ഓപ്ഷൻ ഡി സപ്പോർട്ട് സർവീസ്, സർവീസസ്, SUPPORT, സർവീസസ്, SERVICES. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിനകത്ത് ഉൾപ്പെടുന്നതാണോ ഉൾപ്പെടാത്തതാണോ എന്നുള്ളത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ എഴുതുക. ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്, ഉൾപ്പെടാത്തത് ആരാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ ചെയർപേഴ്സൺ, ഓപ്ഷൻ ബി മെമ്പർ സെക്രട്ടറി, ഓപ്ഷൻ സി ക്വാളിറ്റി മാനേജർ, ഓപ്ഷൻ ഡി സപ്പോർട്ട് സർവീസ്. ആരാണ്? എല്ലാവർക്കും കിട്ടിയ ആൻസർ കിട്ടിയോ? ഓക്കെ, ക്വാളിറ്റി മാനേജർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി?
Chairperson. കൺട്രോൾ കമ്മിറ്റിയിലെ ഹെഡ് ആരാണ്? ഹു ഈസ് ദ ഹെഡ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ഞാൻ തന്നിട്ടുണ്ട്. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? മോക്ക് ടെസ്റ്റിൽ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ ഹെഡ് ആരാണ്? ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ ആയിരിക്കും അവിടുത്തെ ഹെഡ്. ഓക്കെ. പിന്നെ സപ്പോർട്ട് സർവീസസിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളതും കൂടി നോക്കുക. സപ്പോർട്ട് സർവീസസിൽ ഉൾപ്പെടുന്നതാണ് OT, CSST, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ സപ്പോർട്ട് സർവീസസിൽ വരുന്നതാണ്. അതും കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഇനി അടുത്തത് റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണ്? അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ ഏതാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണ്? അത് എഴുതിയ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണ്, ഏതാണ് എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ റോൾ എന്താ പറഞ്ഞത്? ടു ഓവർസീസ് കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയും എന്ത് ചെയ്യുക? ഓവർസീസ് ചെയ്യുക, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുക. എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുക. അവിടെ ഇങ്ങനെ തരുമ്പോഴാണെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഒരു റോളാണ് ടു ഓവർസീസ് കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ്. പിന്നെ അടുത്ത് നോക്കിയേ, ഓർഗനൈസ് ആൻ എപ്പിഡമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. എപ്പിഡമിയോളജിക്കൽ എന്ന് പറഞ്ഞത് സാംക്രമിക രോഗശാസ്ത്രം, അതാണ് എപ്പിഡമിയോളജി എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനെ മോണിറ്റർ ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യുക. എപ്പിഡമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള എപ്പിഡമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക. അടുത്ത് നോക്കിയ, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസിനെ കുറിച്ചുള്ള പ്രോഗ്രാംസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഫാർമസി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പ്രോഗ്രാംസ് ഒക്കെ നടത്തുക. പിന്നെ മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോച്ച് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. രോഗി പരിചരണ രീതികള് ഈ പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അവർക്ക് അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്, അവർക്ക് അത് കറക്റ്റ് അല്ലേ നമ്മൾ കൊടുക്കുന്നത് അനുസരിച്ച് ഈ ഇൻഫെക്ഷൻ കുറയുന്നുണ്ടോ, ഇപ്പൊ ഈ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് വഴി നമ്മൾ അത് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്തി കഴിയുമ്പോൾ അവർക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഇത് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതിന് നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് നമ്മളിങ്ങനെ വെറുതെ പ്രോഗ്രാമുകൾ ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പൊ ആ പ്രോഗ്രാം ചെയ്ത വഴി അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അതുമൂലം ഇൻഫെക്ഷൻ കുറയുന്നുണ്ടോ, അപ്പൊ അങ്ങനെയുള്ളത് അതിന്റെ നിലവാരത്തിന് അനുയോജ്യമാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നെ അടുത്ത് നോക്കിയേ, ഫിഫ്ത് വൺ എന്താ? ചെക്ക് ദ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും ആ മെത്തേഡ് നോക്കുക. എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ്, ആ മെത്തേഡ്സിന്റെ എഫിഷ്യൻസി നോക്കുക. കാര്യക്ഷമതയും ഒക്കെ നോക്കുക. ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ, അങ്ങനെയുള്ള മെത്തേഡുകളുടെ കാര്യക്ഷമതയും അതുപോലെ തന്നെ ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും നോക്കുക. പിന്നെ അടുത്ത സിക്സ്ത് വൺ പറഞ്ഞത്, ഡെവലപ്ഡ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻനെസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിലെ നേഴ്സുകള്, മെഡിക്കൽ സ്റ്റാഫുകള്, പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെൽത്ത് പേഴ്സണൽസ്, പിന്നെ മറ്റുള്ള കാറ്റഗറിയിൽ ഉള്ള സ്റ്റാഫുകള് എന്നിവയുടെയൊക്കെ അവരെയൊക്കെ പഠിപ്പിക്കുന്ന ആ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കണം ക്ലീൻനെസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ടീച്ചിങ്ങില് അതും കൂടി ക്ലീൻനെസിന്റെ കാര്യങ്ങള്, അതിന്റെ ഇമ്പോർട്ടൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടീച്ചിങ് പ്രോഗ്രാം നടത്തുക എന്നുള്ള അർത്ഥം.
അപ്പൊ അവരെ കൂടി എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാഫിനെ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ക്ലീൻനെസിന്റെ ഇമ്പോർട്ടൻസും ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഒക്കെ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലെ അവരുടെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. പിന്നെ അടുത്ത 7th പോയിന്റ്, പ്രൊവൈഡ് എക്സ്പെർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫ്രം എ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എന്ത് ചെയ്യണം, വിദഗ്ധമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അഥവാ നേതൃത്വ സഹായവും ഒക്കെ കൊടുക്കുക. എക്സ്പെർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, വിദഗ്ധമായിട്ടുള്ള ഒരു വിശകലനവും അതുപോലെ തന്നെ നേതൃത്വ സഹായവും ഒക്കെ കൊടുക്കുക ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകളാണ്. അതെല്ലാവരും നമ്മളിവിടെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ഹാൻഡ് വാഷ് ചെയ്തതാണ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകള്. അപ്പൊ അത് ഏതൊക്കെയാണ് സ്റ്റെപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയിപ്പൊ അത് സ്റ്റെപ്പ് എന്താണെന്നുള്ള രീതി അത് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് അത് നിങ്ങൾക്ക് നോക്കാം. അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ടേക്ക് ഇൻ യുവർ ഹാൻഡ്, സൊല്യൂഷൻ എടുക്കുക, പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. പിന്നെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചോ എന്തായാലും ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ rub back to fingers of opposite palm with the interlaced rotational rubbing of the right thumb gripped with the left thumb and vice versa. Rotational rubbing backward and forward with the clasped fingers to right hand in left palm and otherwise. Rub both wrists rotationally. Rub the nails by using a soft brush. Wash hands properly. Close water taps with the elbow and dry hands thoroughly. ഇത്രയും കാര്യങ്ങളാണ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ നമ്മുടെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ചും കൂടി ക്വസ്റ്റ്യൻസും അതിനകത്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ എന്താ, കുറെ നേരമായില്ല ഇങ്ങനെ കഥ പോലെ കേട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താ വിശേഷം അവിടെ? നല്ല വിശേഷം മിസ്സേ, എങ്ങനെ പോണു? ഇപ്പൊ എക്സാമിന്റെ തിരക്കില് ചൂട് പിടിച്ചിരിക്കുകയാണ് എല്ലാവരും. ഇല്ല, എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ. ടെൻഷനോ? എക്സാമിനോ? എന്തിനാണ് ടെൻഷൻ? ഫ്രീ ആയിട്ട് എക്സാം ഒക്കെ ഡേറ്റും എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് വരെയും ഒക്കെ പഠിക്കാൻ സമയം ഉണ്ടാവുമല്ലോ. എല്ലാ മിസ്സുമാരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, എല്ലാവരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അതല്ല, എക്സാമിന് ടൈം എങ്ങനെയായിരിക്കും? അതൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കണ്ടേ? നമുക്ക് റേഞ്ച് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നെറ്റ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫോണിൽ നിന്ന് ചെയ്യണോര്? എല്ലാ സംശയവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ കറക്റ്റ് എക്സാമിന്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ലല്ലോ ആദ്യം, എന്നത്തേക്കാണ് എക്സാം. ഈ മാസം ലാസ്റ്റ് എന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. ഇനിയിപ്പോ ഈ മാസം ലാസ്റ്റ് ആണോ, ഇനിയിപ്പോ ജനുവരി ആദ്യമാണോ എങ്ങനെയാന്ന് അറിയില്ല. എന്തായാലും 2 ആഴ്ച റിവിഷനാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മുടെ അങ്ങനെയാണെങ്കിൽ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ആഴ്ച ചെയ്യാൻ പറ്റി, ആഴ്ചയും കിട്ടി. ഇനിയിപ്പോ അടുത്ത ആഴ്ച റിവിഷൻ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് വായിക്കോ എഴുതി വെക്കുക എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് റിവിഷൻ കൂടുതൽ കിട്ടിയാൽ അത്രയും നമുക്ക് ഇരുന്ന് പഠിക്കാലോ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പറയും, ഔട്ട് ഓഫ് എത്രയിലാന്ന് പറയും, എത്ര ടൈം എത്രയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻസ് അല്ല എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോ അടുത്ത ആഴ്ച നമുക്ക് റിവിഷൻ ആണെങ്കിൽ ഇനിയിപ്പോ ഏത് ചാപ്റ്റർ, നമ്മുടെ 5 ചാപ്റ്റർ കഴിഞ്ഞാലോ, ഇനി എന്ത് ചെയ്യും അല്ലെ? ഇനി വേണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ വേണമെങ്കിൽ നമ്മൾ ആദ്യം എടുത്തില്ലേ ഗ്യാസ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ ഗ്യാസസ്, അതിൽ നിന്ന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ആ കളർ കോഡുകളാണ് കൂടുതലായിട്ട് ചോദിച്ചേക്കുന്നത്. ആ ചാപ്റ്റർ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക് അടുത്ത മൺഡേ ക്ലാസ് റിവിഷൻ ആണെങ്കിൽ. ഗ്യാസ് ഒന്ന് നോക്കാം. ഗ്യാസ് ഒന്ന് നോക്കാം, മെഡിക്കൽ ഗ്യാസസ്, അതും ഇമ്പോർട്ടന്റ് ലെസൺ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ കണ്ടേക്കുന്നത് ആ മെഡിക്കൽ ഗ്യാസസ് കളർ കോഡുകൾ അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം, ഓരോന്നിന്റെ കളർ കോഡുകൾ. അപ്പൊ അടുത്ത മൺഡേക്ക് നമുക്ക് അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ഗ്യാസസ് കൂടി നോക്കാം. റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻസ് ഒരു 10-12 ക്വസ്റ്റ്യനുകളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്, അതും കൂടിയും തരാം. അപ്പൊ അന്ന് ആദ്യം ആ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റിവിഷൻ എടുക്കാം. ഇനിയിപ്പോ കറക്റ്റ് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി റിവിഷൻ ആണോ എന്നുള്ളത് അറിയില്ല, 2 ആഴ്ച എന്നാണെന്നു പറഞ്ഞത്. അതനുസരിച്ച് ഇപ്പൊ നമ്മൾ ഒരുവിധമൊക്കെ റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത ആഴ്ച മൺഡേ എന്തായാലും നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. എല്ലാ ടീച്ചർമാരും റിവിഷൻ കംപ്ലീറ്റ് ആയില്ലോ.
അപ്പൊ അതിനുള്ള സമയം കൂടി ഉണ്ടാവും. അപ്പൊ നമുക്ക് ബാക്കിത്തെ മെഡിക്കൽ ഗ്യാസ് മൺഡേക്ക് നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതാം. നിങ്ങൾ അങ്ങനെ ടെൻഷൻ ഒന്നും അടിച്ചിരിക്കണ്ട, കൂളായിട്ട് ഇരുന്നോ, ഒരു പേടിക്കൊന്നും വേണ്ട. ഞാനല്ലേ പറയുന്നേ, ഉറപ്പ് പറയുന്നു. എക്സാമൊക്കെ അങ്ങനെ നിങ്ങൾ പേടിക്കണുള്ള രീതിയിലുള്ള എക്സാംസ് ഒന്നും ഇല്ല. എന്തായാലും ഇത്രയും എക്സാമുകളൊക്കെ നിങ്ങൾ എഴുതി, എന്തായാലും 10th പാസ്സാകാത്തവർ ആരും ഇല്ലല്ലോ. 10th എക്സാമിന്റെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, ഉറക്കമില്ല, ഭക്ഷണവും ഇല്ല. അത് ക്വസ്റ്റ്യൻ തന്നിട്ട് എഴുതല്ലായിരുന്നു, ഇത് അങ്ങനെയല്ലല്ലോ. ഇതല്ലേ എളുപ്പം. അതല്ലേ ഞാൻ ആദ്യം ചോദിച്ചേ, ക്വസ്റ്റ്യൻ തന്നിട്ട് എഴുതണതാണ് എളുപ്പം, ഓപ്ഷൻ തന്നിട്ട് കറക്റ്റ് ടിക്ക് ചെയ്യണതാണ് എളുപ്പം അല്ലേ? ടൈമൊക്കെ ഉണ്ടാവില്ലേ? ഇത് കൺഫ്യൂഷൻ ആവും ഇങ്ങനെ. കൺഫ്യൂഷൻ വരും. അത് ഇൻക്ലൂഡഡും നോട്ട് ഇൻക്ലൂഡഡ് ഒക്കെ ചോദിക്കുമ്പോ തിരക്കിട്ടിട്ട് ശ്രദ്ധ തെറ്റിയാല് ആൻസർ തെറ്റും. അതിനുള്ള സമയം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ടൈമും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പരീക്ഷ അത് ഔട്ട് ഓഫ് എത്രയിലാന്നും എത്ര ടൈം ഉള്ളതൊക്കെ എത്രയാന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതെല്ലാം ഒന്ന് ചിലപ്പോ അവര് പറഞ്ഞു തരുമായിരിക്കും അല്ലെ? അത് പറഞ്ഞു തരും. അത് പറഞ്ഞു പോവില്ലല്ലോ, സബ്മിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ടെക്നിക്കലി തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെയാന്ന് വെച്ചാൽ അറിയിക്കാം. എന്തായാലും എക്സാമിന്റെ ഡേറ്റ് കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും എങ്ങനെയാന്നുള്ളത് ഒരു ഇൻഫർമേഷൻ തരും, എങ്ങനെ എക്സാം എഴുതണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചോ. അപ്പൊ എപ്പോ എക്സാം പറഞ്ഞാലും നമുക്ക് എഴുതാൻ റെഡി ആണല്ലോ. ഞങ്ങൾ തന്നെ മടുത്ത റിവിഷൻ ചെയ്ത് തന്നെ ഇപ്പൊ എന്തോരായി ഇത് പറയുന്നു അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും മൺഡേക്ക് നമുക്ക് മെഡിക്കൽ ഗ്യാസ് നോക്കാം. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. നിങ്ങൾ അങ്ങനെ അത്ര ടെൻഷൻ ഒന്നും അടിച്ചിരിക്കണ്ട. ഇപ്പൊ നമുക്ക് ഈ റിവിഷൻ ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിൽ എന്തായാലും 1.5 മണിക്കൂർ കിട്ടുമല്ലോ. എല്ലാ മിസ്സുമാരും ഓരോ ചാപ്റ്റർ വൈസ് തന്നെ റിവൈസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇന്ന് മാക്സിമം നിങ്ങൾ ആ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് മൺഡേ കാണാം. മൺഡേക്ക് മെഡിക്കൽ ഗ്യാസ് ഒന്ന് നോക്കാം നമുക്ക്. താങ്ക് യു മിസ്. താങ്ക് യു. ഓക്കെ.